ഇപ്പോൾ റെയ്സീന കുന്നിൽ നിന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇവിടെ നിന്ന് ആണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു രീതിയാണ് ഇന്ത്യ ഇപ്പോഴും ഈ റിപ്പബ്ലിക് ദിനത്തിൽ പിന്തുടരുന്നത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഇനി കാണാൻ സാധിക്കും. അല്പസമയത്തിനകം ഇവർ ഇന്ത്യയുടെ രാഷ്ട്രപതി കർത്തവ്യ പഥിലേക്ക് പുറപ്പെടുന്നത്. ഈ റെയ്സീന കുന്നിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെ വിശാലമായ കർത്തവ്യ പഥിനെയും അതിന്റെ ഇരുവശത്തും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് കാണാൻ നേർസാക്ഷികളാകാൻ പതിനായിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്നതും എല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ആകാശ ചിത്രങ്ങളിൽ കാണുന്നു, അവിടെ അശ്വാരൂഢ സേന രാഷ്ട്രപതിയെ, നമ്മുടെ സർവ്വ സൈന്യാധിപയെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇപ്പോഴും ഇത്തരത്തിൽ അശ്വസേനയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നതാണ് എടുത്തു പറയേണ്ടത്. കാലം ഒരുപാട് മാറിയിട്ടുണ്ട്, സാങ്കേതിക സംവിധാനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പുരാതന കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന സേനാ വിഭാഗങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് രാജ്യത്തിന്. അതിന്റെ ഭാഗമായാണ് ഈ സേനാ വിഭാഗത്തെ, അശ്വാരൂഢ സേനയെ ഇപ്പോഴും നമ്മൾ നിലനിർത്തുന്നത്. ഇപ്പോഴും ആ പൈതൃകവും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും പേർക്കൊണ്ട് തന്നെയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടക്കുന്നത് എന്നതാണ് ഈ രാജ്യത്തിന്റെ കരുത്ത്, പൈതൃകം, അതോടൊപ്പം പാരമ്പര്യം എത്രത്തോളം ശക്തമാണ് എന്നൊരിക്കൽ കൂടി വിളിച്ചോതുന്ന തരത്തിലേക്ക് പോകുന്നത്. ഇതാ റെയ്സീന കുന്നിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സേനാ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അല്പസമയത്തിനകം ഇതേ സേനയോടൊപ്പം തന്നെ ഇവരുടെ അകമ്പടിയോടുകൂടി റെയ്സീന കുന്നിൽ നിന്ന് കർത്തവ്യ പഥിലേക്ക് പുറപ്പെടും. അശ്വാരൂഢ സേനയുടെ അഭിവാദ്യം സ്വീകരിച്ചിരിക്കുന്നു. ഇനി കർത്തവ്യപഥിലേക്ക് പുറപ്പെടുകയാണ്. ലോകത്തിന് തന്നെ അഭിമാനമായി മാറുന്ന കാഴ്ചയാണിത്. കാരണം ഒരു സേനയുടെ തലപ്പത്ത് ഒരു വനിത, ഇന്ത്യയുടെ പ്രഥമ വ്യക്തി എന്നത് ഒരു വനിത ആകുന്നു എന്നതാണ്. സർവ്വ സൈന്യാധിപ എന്ന നിലയിൽ ഒരു വനിത അതിന്റെ അമരത്ത് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ശക്തിയും കരുത്തും വിളിച്ചോതുന്ന, ഇതാ രാഷ്ട്രപതിയെ അനുഗമിക്കുന്ന ആ പാരമ്പര്യം വിളിച്ചോതുന്ന യാത്രയ്ക്ക് ഒരിക്കൽ കൂടി തുടക്കമാവുകയാണ്. അങ്ങനെ രാജ്യത്തിന്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന പ്രകടനത്തിലേക്ക് നമ്മൾ പോകുന്നു. അല്പസമയത്തിനകം റെയ്സീന കുന്നിലേക്ക് രാഷ്ട്രപതി പുറപ്പെടുന്നു. രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ടു പോകുന്നതിനുള്ള ചരിത്രമുറങ്ങുന്ന ആ ഒരു സാംസ്കാരിക തനിമ അതേപടി വിളിച്ചോതുന്ന തരത്തിലുള്ള അശ്വാരൂഢ സേനയുടെ രഥം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വാഹനം, ആ വാഹനത്തിൽ ആണ് അവിടെ നിന്ന് പോകുന്നത്. ഏതാനും മീറ്ററുകൾ പിന്നിട്ട ഈ റെയ്സീന കുന്നിലെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അല്പ ദൂരം മാത്രമാണ് കർത്തവ്യപഥിലേക്ക് ഉള്ളത്. അവിടേക്ക് ആണ് ഈ യാത്ര. അവിടെ അശ്വാരൂഢ സേനയാണ് കാലങ്ങളായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു തുടങ്ങുന്ന കാലഘട്ടം മുതൽ ഇതാണ് നമ്മൾ നടത്തിവരുന്ന ശീലങ്ങൾ. അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് യുദ്ധസ്മാരകത്തിലേക്ക് പുഷ്പചക്രം അർപ്പിക്കുന്നത് മാറുന്നു എന്നത് ഉൾപ്പെടെയുള്ള ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോഴും അമർ ജവാൻ ജ്യോതി 1931 ഇന്ത്യ ഗേറ്റ് അവിടെ സ്ഥാപിച്ചത്. അത് ഒന്നാം ലോക മഹായുദ്ധത്തിലടക്കം മരണപ്പെട്ടവരുടെ പേരുകൾ ഉൾപ്പെടെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു സ്മാരകം കൂടിയാണ്. അതിനുശേഷം പിന്നീടാണ് ദേശീയ സ്മാരകം, അതായത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി വിവിധ കാലഘട്ടങ്ങളിൽ ജീവത്യാഗം ചെയ്തവർ, ഒപ്പം ഇപ്പോഴും വിവിധ സ്ഫോടനങ്ങളിൽ, തീവ്രവാദി ആക്രമണങ്ങളിൽ, ഒപ്പം തന്നെ കലുഷിതമാകുന്ന ചില സമയങ്ങളിൽ, ദുരന്ത നിവാരണ സമയത്ത് അടക്കം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കപ്പെടുന്ന നിരവധിയായ സൈനികർ ഉണ്ട്. ആ ധീരദേശാഭിമാനികളുടെ സ്മരണാർത്ഥം ആണ് ഈ യുദ്ധസ്മാരകം എന്നത് 2019 സ്ഥാപിതമായത്. അതിനുശേഷം 2022 മുതൽ യുദ്ധസ്മാരകത്തിൽ നിന്നാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔപചാരികമായി
അഭിമാനകരമായ തുടക്കം കുറിക്കുന്നത്. റെയ്സീന കുന്നിൽ നിന്ന് രാഷ്ട്രപതി കർത്തവ്യപഥിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ സുരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ളവർ വരവേൽക്കാൻ കാത്തിരിക്കും. മുഖ്യാതിഥികൾ ഓരോ റിപ്പബ്ലിക് ദിനത്തിലും നമുക്കറിയാം വിശിഷ്ടാതിഥികൾ പല രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവരുണ്ടാകും. ഇവർക്ക് മാത്രമാണ് ഈ രാഷ്ട്രപതിയോടൊപ്പം സഞ്ചരിക്കാൻ അനുവാദം ലഭിക്കുക. അതായത് രാജ്യം അത്രമേൽ പരമോന്നതമായ ഒരു പരിപാടിയിൽ അത്രമേൽ ആദരവ് നൽകുന്നു വിശിഷ്ടാതിഥിയെ എന്ന നിലയിൽ ആണ് ഈ സ്വീകരണം നൽകുന്നത്. എല്ലാ കാലവും ഇങ്ങനെ തന്നെയാണ്. മുഖ്യാതിഥി ഇല്ല എങ്കിൽ രാഷ്ട്രപതി തനിച്ചായിരിക്കും ഈ വാഹനത്തിൽ യാത്ര ചെയ്യുക. അതല്ല എങ്കിൽ ആരാണോ മുഖ്യാതിഥി, റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രധാന അതിഥി, അവർക്ക് മാത്രമായിരിക്കും ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുക. ഇനി അവർ പോകുന്നത് ഈ കർത്തവ്യപഥിലെ സ്വീകരണത്തിലേക്കാണ്. അവിടെയാണ് പ്രധാനമന്ത്രിയും രക്ഷാമന്ത്രിയും ഇവരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. माननीय राष्ट्रपति जी का काफिला सलामी मंच की ओर और यहाँ सलामी റിപ്പബ്ലിക് ദിനത്തിന്റെ റെയ്സീന കുന്നിൽ നിന്ന് രാഷ്ട്രപതി പുറപ്പെടുമ്പോൾ തന്നെ യുദ്ധ സ്മാരകത്തിൽ നിന്ന് പുഷ്പചക്രം അർപ്പിച്ച ശേഷം പ്രധാനമന്ത്രിയും രക്ഷാമന്ത്രിയും കർത്തവ്യപഥിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അവർ ഇപ്പോൾ കാത്തി നിൽക്കുന്നത് ഈ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ രാഷ്ട്രപതിയെ സ്വീകരിച്ച ശേഷം ആണ് രാഷ്ട്രപതി ഈ സർവ്വ സൈന്യാധിപ എന്ന നിലയിൽ 3 സേനാ വിഭാഗങ്ങൾ കര, വ്യോമ, നാവിക സേനകളുടെ പ്രകടനങ്ങൾക്കാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്. അവിടെ ആ അഭ്യാസ പ്രകടനങ്ങളെ, നമ്മുടെ കരുത്തിനെ, അവരുടെ മാർച്ച് പാസ്റ്റിനെ അഭിസംബോധന ചെയ്യുക രാഷ്ട്രപതിയായിരിക്കും. നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ആണ് പ്രധാനമായും പ്രധാനമന്ത്രിക്ക് കൂടുതൽ പങ്കുള്ളത്. ചെങ്കോട്ടയിലടക്കം ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനടക്കം നമ്മൾ കാതോർക്കുന്നത് എങ്കിൽ റിപ്പബ്ലിക് ദിനത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രഥമ പരിഗണന എന്നത് രാഷ്ട്രപതിക്ക് തന്നെയാണ്. ആ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ഇതാ പ്രധാനമന്ത്രിയും രക്ഷാമന്ത്രിയും എത്തി നിൽക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം വീണ്ടും ഈ ദൃശ്യങ്ങൾ രാഷ്ട്രപതിയുടെ കടന്നുവരവിലേക്ക്, അശ്വാരൂഢ സേനയുടെ അടുക്കും ചുട്ടിയോടും കൂടിയുള്ള വരവിലേക്ക് ദൃശ്യങ്ങൾ അല്പസമയത്തിനകം പോവുകയും ചെയ്യും. Either side of the saluting base and the enclosures. So the time for the parade to begin is coming closer. We now await the arrival of the Vice President of India and then of course the President of India along with our chief guests. This is also a moment that the present audience here has been waiting for, to see their leaders close. And the strains of Shubh Swagatam welcome the venue, welcome the people, welcome the dignitaries. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.